നമസ്കാരം. ഇന്നത്തെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ കയ്യിൽ ഇ-ശ്രം കാർഡ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് പ്രയോജനം ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? പലരും ഇ-ശ്രം കാർഡ് എടുത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്നോ ഭാവിയിൽ അത് എങ്ങനെ സഹായിക്കുമെന്നോ വ്യക്തമായി അറിയുന്നില്ല. ചിലർക്ക് ഈ കാർഡ് ഉണ്ടെങ്കിൽ സർക്കാർ എല്ലാ ആനുകൂല്യങ്ങളും സ്വമേധയാ ലഭിക്കുമെന്നതാണ് ധാരണ. മറ്റു ചിലർ മാസം 3000 രൂപ പെൻഷൻ ഇ-ശ്രം കാർഡിലൂടെ ലഭിക്കുമെന്ന പ്രചരണങ്ങളിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമാണ്? യഥാർത്ഥത്തിൽ ഇ-ശ്രം കാർഡിന്റെ ലക്ഷ്യം എന്താണ്? ആർക്കൊക്കെയാണ് ഇത് ഏറ്റവും പ്രയോജനപ്പെടുന്നത്? 3000 രൂപ പെൻഷൻ ലഭിക്കുന്ന പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ പദ്ധതിയുമായി ഇ-ശ്രം കാർഡിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള വ്യക്തവും വസ്തുതാപരവുമായ മറുപടിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളല്ല, ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ ലളിതമായ ഭാഷയിൽ വിശദീകരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനാൽ വീഡിയോയുടെ ഒരു ഭാഗവും ഒഴിവാക്കാതെ അവസാനം വരെ കാണുക. അങ്ങനെ ചെയ്താൽ ഇ-ശ്രം കാർഡിനെ കുറിച്ചുള്ള എല്ലാ പ്രധാന സംശയങ്ങൾക്കും വ്യക്തമായ മറുപടി നിങ്ങൾക്ക് ലഭിക്കും. അതിനു മുൻപായി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സർക്കാർ പദ്ധതികൾ, ബാങ്കിംഗ്, ഇൻഷുറൻസ്, നിക്ഷേപം, വ്യക്തിഗത ധനകാര്യം തുടങ്ങിയ വിഷയങ്ങളിൽ വിശ്വസനീയവും ലളിതമായി മനസ്സിലാക്കാവുന്നതുമായ വിവരങ്ങൾ ഈ ചാനലിലൂടെ സ്ഥിരമായി ലഭിക്കുന്നതാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ നമ്മൾ ഒരു കാര്യം മാത്രം പറയുന്നില്ല. ഇ-ശ്രം കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന കാര്യങ്ങളും ഘട്ടം ഘട്ടമായി പരിശോധിക്കുകയാണ്. ആദ്യം ഇ-ശ്രം കാർഡ് എന്താണ്, എന്തിനാണ് കേന്ദ്ര സർക്കാർ ഇത് ആരംഭിച്ചത്, ആരൊക്കെയാണ് ഈ കാർഡിന് അർഹരാകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാം. തുടർന്ന് ഈ കാർഡ് കൈവശമുണ്ടായാൽ ലഭിക്കാവുന്ന പ്രധാന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നും ഭാവിയിൽ സർക്കാർ നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളുമായി ഇതിന് എന്ത് ബന്ധമാണെന്നും പരിശോധിക്കും. അതിനുശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ പെൻഷൻ പദ്ധതിയെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. ഈ പദ്ധതി എന്താണ്? ആരൊക്കെയാണ് ഇതിൽ അംഗമാകാൻ അർഹർ? പ്രതിമാസം എത്ര രൂപ അടയ്ക്കണം? സർക്കാർ എങ്ങനെ ആ തുക സംഭാവന ചെയ്യുന്നു? 60 വയസ്സ് പൂർത്തിയായ ശേഷം പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭിക്കുന്ന സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നീ കാര്യങ്ങൾ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കും. അതോടൊപ്പം ഇ-ശ്രം കാർഡും PMSYM പദ്ധതിയും ഒന്നാണെന്ന തെറ്റിദ്ധാരണയും നമുക്ക് മാറ്റാം. യഥാർത്ഥത്തിൽ ഇവ രണ്ടും വ്യത്യസ്ത സംവിധാനങ്ങളാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇ-ശ്രം രജിസ്ട്രേഷൻ ഉള്ളത് മറ്റ് ക്ഷേമ പദ്ധതികളിലേക്ക് അപേക്ഷിക്കുന്ന പ്രക്രിയ എളുപ്പമാക്കാൻ സഹായിച്ചേക്കാം. അതിന്റെ യഥാർത്ഥ ബന്ധം എന്താണെന്നും തെറ്റായ പ്രചരണങ്ങൾ വിശ്വസിക്കാതെ ഔദ്യോഗിക വിവരങ്ങൾ എങ്ങനെ മനസ്സിലാക്കാമെന്നും ഈ വീഡിയോയിൽ വിശദമായി അറിയാം. അതിനാൽ വീഡിയോയുടെ ഒരു ഭാഗവും ഒഴിവാക്കാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം അവസാനം പറയുന്ന ചില നിർണായക കാര്യങ്ങൾ, പ്രത്യേകിച്ച് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിബന്ധനകളും പൊതുവായി ആളുകൾ ചെയ്യുന്ന തെറ്റുകളും പലർക്കും വലിയ സഹായകമാകും. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇ-ശ്രം കാർഡ് എന്നത് ഒരു സാമ്പത്തിക സഹായ പദ്ധതിയല്ല എന്നതാണ്. പലർക്കും ഇപ്പോഴും ഇതിനെക്കുറിച്ച് തെറ്റായ ധാരണയുണ്ട്. ഈ കാർഡ് എടുത്താൽ സർക്കാർ ഉടൻ പണം നൽകുമെന്നോ പ്രതിമാസ ധനസഹായം ലഭിക്കുമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പദ്ധതിയുടെ ആനുകൂല്യം സ്വമേധയാ ലഭിക്കുമെന്നോ ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഇന്ത്യയിലെ അസംഘടിത തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ വിവരങ്ങൾ ഒരൊറ്റ ദേശീയ ഡാറ്റാബേസിൽ ശേഖരിക്കുകയും അവരുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള അടിസ്ഥാന സംവിധാനം ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ഇ-ശ്രം പോർട്ടലിന്റെ പ്രധാന ലക്ഷ്യം. രാജ്യത്ത് കോടിക്കണക്കിന് ആളുകൾ അസംഘടിത മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ഇവരിൽ പലർക്കും സ്ഥിരമായ ശമ്പളമോ തൊഴിൽ സുരക്ഷയോ പെൻഷനോ മറ്റ് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ വിവരങ്ങൾ സർക്കാർ സംവിധാനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് അനിവാര്യമായിരുന്നു. ഈ ആവശ്യകത മനസ്സിലാക്കിയാണ് കേന്ദ്ര സർക്കാർ ഇ-ശ്രം പോർട്ടൽ ആരംഭിച്ചത്. ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന ഓരോ തൊഴിലാളികൾക്കും 12 അക്കങ്ങളുള്ള ഒരു യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ നൽകുന്നു. ഈ നമ്പറാണ് അവരുടെ ഔദ്യോഗിക തിരിച്ചറിയൽ. ഈ കാർഡ് ലഭിച്ചതിലൂടെ സർക്കാർ നിങ്ങളുടെ തൊഴിൽ വിവരങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു. അതിനാൽ ഭാവിയിൽ അസംഘടിത തൊഴിലാളികൾക്കായി പുതിയ ക്ഷേമ പദ്ധതികളോ ധനസഹായ പദ്ധതികളോ ഇൻഷുറൻസ് ആനുകൂല്യങ്ങളോ പ്രഖ്യാപിക്കുമ്പോൾ അർഹരായ ആളുകളെ കണ്ടെത്തുന്നതിനും അവരിലേക്ക് പദ്ധതികൾ എത്തിക്കുന്നതിനും ഈ ഡാറ്റാബേസ് വലിയ സഹായകമാകും. അതുകൊണ്ട് തന്നെ ഇ-ശ്രം കാർഡിനെ ഒരു സാമൂഹ്യ സുരക്ഷാ രജിസ്ട്രേഷൻ രേഖ എന്ന നിലയിലാണ് കാണേണ്ടത്, ഒരു സാമ്പത്തിക സഹായ പദ്ധതി എന്ന നിലയിലല്ല. അപ്പോൾ ആരൊക്കെയാണ് ഇ-ശ്രം കാർഡിന് അർഹരാകുന്നത്? ഈ കാര്യത്തിലും പലർക്കും സംശയമുണ്ട്. സ്ഥിരം സർക്കാർ ജോലിയോ സ്വകാര്യ സ്ഥാപനങ്ങളിലെ സംഘടിത തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കോ അല്ല ഈ പദ്ധതി പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത്. മറിച്ച് ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവർ, നിർമ്മാണ തൊഴിലാളികൾ, കൃഷിത്തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, റിക്ഷ തൊഴിലാളികൾ, തെരുവ് കച്ചവടക്കാർ, ഡെലിവറി ജീവനക്കാർ, ചെറിയ വ്യാപാരികൾ, കരകൗശല തൊഴിലാളികൾ, താൽക്കാലിക തൊഴിലാളികൾ തുടങ്ങി അസംഘടിത മേഖലയിൽ വിവിധ വിഭാഗങ്ങൾക്കാണ് ഈ രജിസ്ട്രേഷൻ ഏറ്റവും പ്രയോജനകരമാകുന്നത്. പലപ്പോഴും ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമ്പോഴോ അപകടങ്ങൾ സംഭവിക്കുമ്പോഴോ സർക്കാർ സഹായം ലഭിക്കാൻ ആവശ്യമായ ഔദ്യോഗിക രേഖകൾ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇ-ശ്രം രജിസ്ട്രേഷന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് രജിസ്റ്റർ ചെയ്യുന്നതിനായി ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയ അടിസ്ഥാന രേഖകൾ ആവശ്യമാണ്.
അപേക്ഷ ഓൺലൈനായി ഔദ്യോഗിക പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ സമീപത്തെ കോമൺ സർവീസ് സെന്റർ വഴിയോ സൗജന്യമായി സമർപ്പിക്കാം. അപേക്ഷ അംഗീകരിച്ചാൽ നിങ്ങളുടെ പേരിൽ UAN നമ്പർ സൃഷ്ടിക്കുകയും ഇ-ശ്രം കാർഡിന് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഇ-ശ്രം കാർഡ് ലഭിച്ചതുകൊണ്ട് മാത്രം എല്ലാ സർക്കാർ പദ്ധതികളുടെയും ആനുകൂല്യം സ്വമേധയാ ലഭിക്കില്ല. ഓരോ പദ്ധതിക്കും അതിൻ്റെതായ അർഹതാ മാനദണ്ഡങ്ങളും അപേക്ഷാ നടപടിക്രമങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാർഡ് കൈവശമുണ്ടെന്നത് മാത്രം മതിയാകില്ല. ഏത് പദ്ധതിയാണെങ്കിലും അതിന്റെ നിബന്ധനകൾ പാലിച്ച് പ്രത്യേകം അപേക്ഷിക്കേണ്ടതുണ്ട്. ഈ കാര്യം മനസ്സിലാക്കിയാൽ ഇ-ശ്രം കാർഡിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ തന്നെ മാറ്റാം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. ഇ-ശ്രം കാർഡ് എടുത്താൽ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ എന്നതാണ് പലരുടെയും സംശയം. സത്യത്തിൽ ഇ-ശ്രം കാർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഇന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കാൾ കൂടുതൽ ഭാവിയിൽ ലഭിക്കാനിടയുള്ള സർക്കാർ ക്ഷേമ പദ്ധതികളിലേക്കുള്ള ഒരു അടിസ്ഥാന രജിസ്ട്രേഷൻ എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. കേന്ദ്ര സർക്കാർ അസംഘടിത തൊഴിലാളികൾക്കായി പുതിയൊരു ക്ഷേമ പദ്ധതി പ്രഖ്യാപിച്ചു എന്ന് കരുതുക. ആ പദ്ധതിക്ക് അർഹരായവരെ കണ്ടെത്താൻ സർക്കാരിന് ആദ്യം വേണ്ടത് കൃത്യമായ വിവരങ്ങളാണ്. ഇത്തരത്തിൽ ഇതിനകം ഇ-ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ വിവരങ്ങൾ സർക്കാരിന്റെ ഡാറ്റാബേസിൽ ലഭ്യമായതിനാൽ അർഹരായവരെ തിരിച്ചറിയുന്നത് കൂടുതൽ എളുപ്പമാകും. അതിനാൽ ഭാവിയിൽ വരുന്ന വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഈ രജിസ്ട്രേഷൻ സഹായകരമാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം സർക്കാർ പ്രഖ്യാപിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ഇൻഷുറൻസ് പദ്ധതികൾ, പരിശീലന പദ്ധതികൾ, തൊഴിൽ വികസന പദ്ധതികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാകാനും ഈ രജിസ്ട്രേഷൻ ഉപകരിക്കും. പലരും കരുതുന്നത് പോലെ ഇ-ശ്രം കാർഡ് ഒരു പണം ലഭിക്കുന്ന കാർഡല്ല, മറിച്ച് സർക്കാർ നിങ്ങളെ ഒരു അസംഘടിത തൊഴിലാളിയായി ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്ന സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ കാർഡ് കൈവശം വെക്കുന്നത് ഭാവിയിലെ അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന നടപടിയായി കാണാം. ഇതിനൊപ്പം മറ്റൊരു പ്രധാന കാര്യം കൂടി ഓർക്കണം. കേന്ദ്ര സർക്കാർ മുമ്പ് പ്രഖ്യാപിച്ചിരുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന പോലുള്ള അപകട ഇൻഷുറൻസ് പദ്ധതികളെയും വിവിധ സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളെയും കുറിച്ച് ആളുകൾക്ക് അവബോധം നൽകുന്നതിലും ഇ-ശ്രം രജിസ്ട്രേഷൻ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനാൽ സർക്കാർ സംവിധാനവുമായി ബന്ധിപ്പിക്കപ്പെടുന്ന ഒരു പ്രധാന തിരിച്ചറിയൽ രേഖ എന്ന നിലയിലാണ് ഇ-ശ്രം കാർഡിനെ കാണേണ്ടത്. ഇനി ഈ വീഡിയോയുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. പലരും എന്നോട് ചോദിച്ച ഏറ്റവും വലിയ സംശയം ഇതായിരുന്നു. എന്റെ കയ്യിൽ ഇ-ശ്രം കാർഡുണ്ട്, എനിക്ക് മാസം 3000 രൂപ പെൻഷൻ ലഭിക്കുമോ എന്ന ചോദ്യമാണ്. ഇ-ശ്രം കാർഡ് മാത്രം കൈവശമുള്ളതുകൊണ്ട് 3000 രൂപ പെൻഷൻ ലഭിക്കില്ല. ഈ പെൻഷൻ ലഭിക്കുന്നത് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ എന്ന പ്രത്യേക പെൻഷൻ പദ്ധതിയിലൂടെയാണ്. ഇവിടെ പലരും ചെയ്യുന്ന തെറ്റ് ഇ-ശ്രം കാർഡ് PMSYM പദ്ധതിയും ഒന്നാണെന്ന് കരുതുന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവ രണ്ടും വ്യത്യസ്ത പദ്ധതികളാണ്. ഇ-ശ്രം കാർഡ് എന്നത് അസംഘടിത തൊഴിലാളികളുടെ ദേശീയ രജിസ്ട്രേഷനാണ്. അതേസമയം PMSYM എന്നത് അസംഘടിത തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു സ്വമേധയാ അംഗമാകാവുന്ന സംഭാവനാധിഷ്ഠിത പെൻഷൻ പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ ചേരുന്ന വ്യക്തി ഓരോ മാസവും ഒരു നിശ്ചിത തുക സംഭാവന ചെയ്യണം. അതേ തുക കേന്ദ്ര സർക്കാരും സംഭാവന ചെയ്യുന്നു. ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രായം അനുസരിച്ച് നിങ്ങൾ ഒരു മാസം 100 രൂപ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ കേന്ദ്ര സർക്കാരും 100 രൂപ നിങ്ങളുടെ പേരിൽ നിക്ഷേപിക്കും. അങ്ങനെ ഓരോ മാസവും നിങ്ങളുടെ പെൻഷൻ നിധിയിലേക്ക് ഇരട്ട തുകയാണ് എത്തുന്നത്. ഇത്തരത്തിൽ 60 വയസ്സ് വരെ നിങ്ങൾ പദ്ധതിയിൽ തുടർന്നാൽ 60 വയസ്സ് പൂർത്തിയായ ശേഷം പ്രതിമാസം 3000 രൂപ വരെ പെൻഷൻ ലഭിക്കും. അതിനാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കാം. ഇ-ശ്രം കാർഡ് ഉള്ളതുകൊണ്ട് മാത്രം പെൻഷൻ ലഭിക്കില്ല. എന്നാൽ PMSYM പദ്ധതിയിൽ ചേരാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ എന്ന് പരിശോധിക്കാനും ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് പ്രത്യേകമായി രജിസ്റ്റർ ചെയ്യാനും വേണം. ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന നിരവധി തെറ്റായ വിവരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയും. അടുത്തതായി, ഈ PMSYM പദ്ധതിയിൽ ചേരാൻ ആരൊക്കെയാണ് അർഹർ? എത്ര രൂപയാണ് പ്രതിമാസം അടയ്ക്കേണ്ടത്? പ്രായം കൂടുന്നതിനനുസരിച്ച് തുക എങ്ങനെ മാറുന്നു? രജിസ്ട്രേഷൻ നടപടിക്രമം എന്താണ്? തുടങ്ങിയ കാര്യങ്ങൾ ഓരോന്നായി നമുക്ക് വിശദമായി നോക്കാം. ഇനി പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ പദ്ധതിയിൽ ചേരുന്നതിനുള്ള അർഹതയും ഈ പദ്ധതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശദമായി മനസ്സിലാക്കാം. ഈ പദ്ധതിയിൽ ആർക്കും നേരിട്ട് ചേരാൻ സാധിക്കില്ല. കേന്ദ്ര സർക്കാർ ഇതിനായി ചില വ്യക്തമായ നിബന്ധനകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്നാമതായി, അപേക്ഷകന്റെ പ്രായം 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലായിരിക്കണം. 40 വയസ്സ് കഴിഞ്ഞാൽ ഈ പദ്ധതിയിൽ പുതിയതായി അംഗമാകാൻ സാധിക്കില്ല. രണ്ടാമതായി, അപേക്ഷകൻ അസംഘടിത തൊഴിലാളി മേഖലയിൽ തൊഴിലാളിയായിരിക്കണം. ഉദാഹരണത്തിന് നിർമ്മാണ തൊഴിലാളികൾ, കൃഷിത്തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, മത്സ്യത്തൊഴിലാളികൾ, തെരുവ് കച്ചവടക്കാർ, ഡെലിവറി ജീവനക്കാർ, ചെറിയ വ്യാപാരികൾ, കരകൗശല തൊഴിലാളികൾ തുടങ്ങി നിരവധി വിഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. മൂന്നാമതായി, അപേക്ഷകന്റെ പ്രതിമാസ വരുമാനം 15,000 രൂപയിൽ താഴെയായിരിക്കണം. കൂടാതെ ജീവനക്കാരുടെ ഭാവി നിധി, ജീവനക്കാരുടെ സംസ്ഥാന ഇൻഷുറൻസ്, ദേശീയ പെൻഷൻ സംവിധാനം പോലുള്ള ചില സംഘടിത സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ അംഗമായിരിക്കുന്നവർക്ക് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ല. അതായത് സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അസംഘടിത തൊഴിലാളികൾക്ക് വാർദ്ധക്യകാലത്ത് ഒരു സ്ഥിര വരുമാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാന പ്രത്യേകത, അപേക്ഷകന്റെ പ്രായം അനുസരിച്ചാണ് പ്രതിമാസം അടയ്ക്കേണ്ട തുക നിശ്ചയിക്കുന്നത്. ഉദാഹരണത്തിന് 18 വയസ്സിൽ പദ്ധതിയിൽ ചേരുന്ന ഒരാൾക്ക് ഏകദേശം 55 രൂപ മാത്രമാണ്
പ്രതിമാസം അടയ്ക്കേണ്ടത്. എന്നാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ തുകയും വർദ്ധിക്കും. 30 വയസ്സിൽ ചേരുന്നവർ അതിൽ കൂടുതൽ തുക അടയ്ക്കേണ്ടി വരും. 40 വയസ്സിൽ ചേരുന്നവർ ഏകദേശം പ്രതിമാസം 200 രൂപ വരെ സംഭാവന ചെയ്യേണ്ടി വരും. അതിനാൽ പ്രായം കുറഞ്ഞ സമയത്ത് തന്നെ പദ്ധതിയിൽ ചേരുന്നത് സാമ്പത്തികമായി കൂടുതൽ പ്രയോജനകരമാണ്. നാം ഇന്ന് ചെറിയതായി തോന്നുന്ന ഒരു തുക ഓരോ മാസവും മാറ്റിവെച്ചാൽ അത് ഭാവിയിൽ നമ്മുടെ ജീവിതത്തിന് ഒരു സുരക്ഷാ കവചമായി മാറുമെന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സന്ദേശം. ഇപ്പോൾ പലർക്കും മനസ്സിൽ മറ്റൊരു സംശയമുണ്ടാകും. ഞാൻ അടയ്ക്കുന്ന ചെറിയ തുക കൊണ്ട് എങ്ങനെയാണ് എനിക്ക് പിന്നീട് 3000 രൂപ പെൻഷൻ ലഭിക്കുന്നത്? ഇതിന്റെ ഉത്തരമാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊരു സാധാരണ നിക്ഷേപ പദ്ധതിയല്ല. നിങ്ങൾ ഓരോ മാസവും എത്ര രൂപ സംഭാവന ചെയ്യുന്നുവോ അതേ തുക കേന്ദ്ര സർക്കാരും നിങ്ങളുടെ പേരിൽ സംഭാവന ചെയ്യുന്നു. ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രായമനുസരിച്ച് നിങ്ങൾ പ്രതിമാസം 100 രൂപ അടയ്ക്കുകയാണെങ്കിൽ സർക്കാരും 100 രൂപ കൂടി ചേർക്കും. അങ്ങനെ ഓരോ മാസവും നിങ്ങളുടെ പെൻഷൻ അക്കൗണ്ടിലേക്ക് 200 രൂപ നിക്ഷേപിക്കപ്പെടും. ഈ സംഭാവന ദീർഘകാലം തുടരുന്നതിനാലാണ് 60 വയസ്സ് പൂർത്തിയായ ശേഷം നിങ്ങൾക്ക് പ്രതിമാസം 3000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഈ പദ്ധതി വിജയകരമായി തുടരാൻ നിങ്ങൾ പ്രതിമാസം അടയ്ക്കേണ്ട തുക കൃത്യമായി അടയ്ക്കേണ്ടത് ആവശ്യമാണ്. അതിനാലാണ് രജിസ്ട്രേഷൻ സമയത്ത് ബാങ്ക് അക്കൗണ്ടിൽ ഓട്ടോ ഡെബിറ്റ് സംവിധാനം സജ്ജീകരിക്കുന്നത്. ഓരോ മാസവും നിശ്ചിത തീയതിയിൽ തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്നും സ്വമേധയാ പിൻവലിക്കപ്പെടുന്നതിനാൽ അടവ് മുടങ്ങാനുള്ള സാധ്യത കുറയുന്നു. ഈ പദ്ധതി ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ വലിയ ലാഭം നൽകുന്ന നിക്ഷേപമല്ല, മറിച്ച് വർഷങ്ങളോളം അച്ചടക്കത്തോടെ ചെറിയ തുകകൾ സംഭാവന ചെയ്ത് വാർദ്ധക്യകാലത്ത് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയാണ്. ഇന്ന് നമ്മൾ സമ്പാദിക്കുന്ന വരുമാനം എന്നും ഒരുപോലെ തുടരുമെന്ന് ഉറപ്പില്ല. പ്രായം കൂടുന്നതിനനുസരിച്ച് ജോലി ചെയ്യാനുള്ള ശേഷിയും കുറയാം. അത്തരത്തിൽ സാഹചര്യങ്ങളിൽ പ്രതിമാസം ലഭിക്കുന്ന ഒരു നിശ്ചിത പെൻഷൻ തുക വലിയ ആശ്വാസമാകും. 3000 രൂപ കൊണ്ട് എല്ലാ ചിലവുകളും നിറവേറ്റാൻ കഴിയില്ലെങ്കിലും മരുന്നുകൾ വാങ്ങാനും ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാനും അല്ലെങ്കിൽ കുടുംബത്തിന് അധിക ഭാരമാകാതെ ജീവിക്കാനും ഈ തുക ഒരു പരിധിവരെ സഹായിക്കാം. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ഒരു ചെലവായി കാണാതെ സ്വന്തം ഭാവിയിലേക്കുള്ള ഒരു ചെറിയ മാസാന്ത്യ നിക്ഷേപം എന്ന നിലയിൽ കാണുന്നതാണ് ഏറ്റവും ഉചിതം. കൂടാതെ പദ്ധതിയുടെ നിബന്ധനകളും സംഭാവന തുകയും കാലാനുസൃതമായി മാറാൻ സാധ്യതയുള്ളതിനാൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഔദ്യോഗിക സർക്കാർ പോർട്ടലിലൂടെയോ സമീപത്തെ CSC കേന്ദ്രത്തിലൂടെയോ പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി അവസാനമായി പലരും ചോദിക്കുന്ന ചില പ്രധാന സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലുമൊക്കെ നിരവധി തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ആദ്യത്തെ സംശയം 40 വയസ്സ് കഴിഞ്ഞാൽ PMSYM പദ്ധതിയിൽ ചേരാൻ സാധിക്കുമോ എന്നതാണ്. ഇതിനുള്ള ഉത്തരം വളരെ വ്യക്തമാണ്. ഈ പദ്ധതിയിൽ പുതിയതായി അംഗമാകാനുള്ള പരമാവധി പ്രായപരിധി 40 വയസ്സാണ്. അതിനാൽ 40 വയസ്സ് കഴിഞ്ഞവർക്ക് പുതിയ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കില്ല. രണ്ടാമത്തെ സംശയം ഇ-ശ്രം കാർഡ് എടുത്ത ഉടൻ 3000 രൂപ പെൻഷൻ ലഭിക്കുമോ എന്നതാണ്. അതിന്റെ ഉത്തരവും വ്യക്തമാണ്, ഇല്ല. ഇ-ശ്രം കാർഡ് ഒരു രജിസ്ട്രേഷൻ രേഖ മാത്രമാണ്. പെൻഷൻ ലഭിക്കുന്നത് PMSYM പദ്ധതിയുടെ പ്രത്യേകം അംഗമായി പ്രതിമാസ സംഭാവന കൃത്യമായി അടച്ച് 60 വയസ്സ് പൂർത്തിയാക്കിയ ശേഷമാണ്. മൂന്നാമത്തെ സംശയം ജോലി മാറിയാൽ പദ്ധതിയിൽ നിന്ന് പുറത്താകുമോ എന്നതാണ്. സാധാരണയായി ഇല്ല. നിങ്ങൾ അസംഘടിത തൊഴിൽ മേഖലയിലെ അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും പ്രതിമാസ സംഭാവന കൃത്യമായി അടയ്ക്കുകയും ചെയ്യുന്നിടത്തോളം പദ്ധതി തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കും. മറ്റൊരു പ്രധാന ചോദ്യം അടവ് മുടങ്ങിയാൽ എന്ത് സംഭവിക്കും എന്നതാണ്. പ്രതിമാസ സംഭാവന മുടങ്ങുന്നത് ഒഴിവാക്കേണ്ടതാണ്. അതിനാലാണ് രജിസ്ട്രേഷൻ സമയത്ത് ബാങ്ക് അക്കൗണ്ടിന്റെ ഓട്ടോ ഡെബിറ്റ് സംവിധാനം നൽകുന്നത്. എങ്കിലും ഏതെങ്കിലും കാരണത്താൽ അടവ് മുടങ്ങിയാൽ ബന്ധപ്പെട്ട നിയമങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ച് അത് വീണ്ടും ക്രമീകരിക്കേണ്ടി വരാം. അതിനാൽ ബാങ്ക് അക്കൗണ്ടിൽ ആവശ്യമായ തുക കൃത്യമായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇതുകൂടാതെ പദ്ധതിയിൽ ചേരുന്നതിന് മുൻപ് ഏറ്റവും പുതിയ യോഗ്യതാ മാനദണ്ഡങ്ങൾ, സംഭാവന തുക, മറ്റ് നിബന്ധനകൾ എന്നിവ ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റിലോ സമീപത്തെ CSC കേന്ദ്രത്തിലോ പരിശോധിക്കുന്നത് എപ്പോഴും നല്ല ശീലമാണ്. കാരണം സർക്കാർ പദ്ധതികളിൽ കാലാനുസൃതമായ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിച്ചാൽ അനാവശ്യ തെറ്റിദ്ധാരണകളും ആശയക്കുഴപ്പങ്ങളും ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കി. ഇ-ശ്രം കാർഡ് എന്താണ്, അത് എന്തിനു വേണ്ടിയാണ് ആരംഭിച്ചത്, ആർക്കൊക്കെയാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത്, അതിന്റെ യഥാർത്ഥ പ്രയോജനം എന്താണ്, കൂടാതെ PMSYM പദ്ധതിയിലൂടെ 3000 രൂപ പെൻഷൻ എങ്ങനെ ലഭിക്കുന്നു എന്നിങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഘട്ടം ഘട്ടമായി പരിശോധിച്ചു. ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ട കാര്യം ഇ-ശ്രം കാർഡും PMSYM പദ്ധതിയും രണ്ടും വ്യത്യസ്ത സംവിധാനങ്ങളാണ് എന്നതാണ്. ഇ-ശ്രം കാർഡ് ഒരു ദേശീയ രജിസ്ട്രേഷൻ സംവിധാനമാണ്. PMSYM ഒരു സംഭാവനാധിഷ്ഠിത പെൻഷൻ പദ്ധതിയാണ്. അതിനാൽ ഇ-ശ്രം കാർഡ് കൈവശമുള്ളതുകൊണ്ട് മാത്രം പെൻഷൻ ലഭിക്കില്ല. അതിനായി അർഹതാ മാനദണ്ഡങ്ങൾ പാലിച്ച് PMSYM പദ്ധതിയിൽ പ്രത്യേകം അംഗമാവുകയും പ്രതിമാസ സംഭാവന കൃത്യമായി നൽകുകയും വേണം. പ്രായം കുറഞ്ഞ സമയത്ത് തന്നെ ഇത്തരം പദ്ധതികളിൽ ചേരുന്നത് ഭാവിയിലെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വലിയ സഹായകമാകും. വാർദ്ധക്യകാലത്ത് സ്ഥിരമായ ഒരു വരുമാനം ലഭിക്കുന്നത് ജീവിതത്തിൽ കൂടുതൽ ആത്മവിശ്വാസവും സുരക്ഷിതത്വവും നൽകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ അസംഘടിത തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കും ഈ വീഡിയോ നിർബന്ധമായും പങ്കുവയ്ക്കുക.
ഒരുപക്ഷെ ഈ വീഡിയോ ഒരാളുടെ ഭാവി കൂടുതൽ സുരക്ഷിതമാക്കാൻ സഹായിച്ചേക്കാം. ഇനിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മടിക്കാതെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിക്കുകയും കഴിയുന്നത്ര വേഗത്തിൽ കൃത്യമായ മറുപടി നൽകാൻ ശ്രമിക്കുകയും ചെയ്യും. ഇത്തരം സർക്കാർ പദ്ധതികൾ, ബാങ്കിംഗ്, ഇൻഷുറൻസ്, നിക്ഷേപം, വ്യക്തിഗത ധനകാര്യം എന്നിവയെക്കുറിച്ച് വിശ്വസനീയമായ വിവരങ്ങൾ സ്ഥിരമായി അറിയാൻ ആഗ്രഹിക്കുന്നവർ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി. Please subscribe our channel.